ഒന്നാമത് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വേറെ ഒരാളെ വണ്ടിയിൽ അലോഡല്ല. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ലൈസൻസ് പോയിരുന്നത്. ഏകദേശം 5 ലക്ഷം 5000 പൗണ്ടിന്റെ അടുത്ത് വരുന്ന ഇന്ത്യൻ രൂപയിൽ കണക്കൂട്ടി 5 ലക്ഷം രൂപ വരെയൊക്കെ ഫൈൻ കിട്ടാം. അത് ഫ്രണ്ട്സ്, അഭിജിയുടെ പുതിയ വീഡിയോയിലുണ്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കയ്യിൽ അത്യാവശ്യം ട്രക്കിനെ പറ്റി ഏറ്റവും ഇഷ്ടം വീഡിയോ ചെയ്യുന്ന ആളാണ്. ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം ട്രക്ക് റിലേറ്റഡ് ആയിട്ട് എന്നോട് ഒത്തിരി സംശയങ്ങൾ ചോദിക്കാറുണ്ട് ചിലവർ. അപ്പോൾ അതിൽ കുറച്ച് ചോദ്യം എനിക്കറിയാമോ ഇന്ന് സിബി ഇവിടെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിനോട് ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സിബി എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോ കൊടുക്കാമോ? എൻ്റെ പേര് സിബി. ഞാൻ നാട്ടിൽ നെടുമ്പാശ്ശേരി അടുത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ UK വന്നിട്ട് ഏകദേശം ഒരു 3-3.5 വർഷമായി. ഞാനിപ്പോൾ ട്രക്ക് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യണത്. ശരിക്കും UK ഒരു ട്രക്ക് ഡ്രൈവർ ആവാനുള്ള നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? UK ശരിക്കും ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇതിൽ നോക്കുകയാണെന്ന് കാർ ലൈസൻസ് ആണ്. കാർ ലൈസൻസ് ആണ് ഇവിടുത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഇപ്പം കാർ ലൈസൻസ് എടുത്തവർക്ക് നേരിട്ട് ട്രക്ക് ലൈസൻസ് എടുക്കാം. അതാണ് ഇപ്പം മെയിൻലി ഒരു ക്വാളിഫിക്കേഷൻ. ഇപ്പം എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ബ്രോ ഞങ്ങൾക്ക് നാട്ടിലെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, നമുക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വരാൻ പറ്റും? നമുക്ക് നിലവിൽ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വരാൻ പറ്റില്ല. കാരണം UK നാട്ടിലെ എക്സ്പീരിയൻസും നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസും ഇവിടെ വാലിഡ് അല്ല. നമ്മൾ ഇവിടുത്തെ ലൈസൻസ് എടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് വരാൻ പറ്റില്ല ഈ ഫീൽഡിലേക്ക്. പക്ഷെ പോളണ്ട് റൊമേനിയക്കൊക്കെ ആൾക്കാർ പോകണം. അതെങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയാം ബേസിക്കലി ഒരു നേഴ്സിനേക്കാൾ കൂടുതൽ ശമ്പളം ഒരു ട്രക്ക് ഡ്രൈവറിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ജോബ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ നല്ല പാടാല്ലേ? അത്യാവശ്യം നല്ല പാടാണ്. കാരണം ലൈസൻസ് എടുക്കണേ കൂടുതൽ പാടാണ് ഈ ലൈസൻസ് നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളത്. കാരണം നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ കാറിൽ തന്നെ 2 പ്രാവശ്യം സ്പീഡ് 2-3 പ്രാവശ്യം സ്പീഡ് എടുക്കുന്നുണ്ടെങ്കിൽ സ്പീഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈസൻസ് പോകുന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ ട്രക്കിങ് ലൈസൻസ് പോകാനായിട്ട് ഇത് മാത്രം പോരാ, വേറെ കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട്. ട്രക്കിൽ ഈസിയാണ് ഇത്തിരി കൂടി പോകാനായിട്ട്. കാറിനേക്കാളും ഇത്തിരി കൂടി എളുപ്പമാണ് ലൈസൻസ് പോയി കിട്ടാൻ. അപ്പം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് ഇച്ചിരി പണിയാണ്. കാരണം നമുക്ക് കൃത്യ അവറിൽ ബ്രേക്ക് എടുക്കണം. അതുപോലെ തന്നെ കൃത്യ അവർ ഇത്ര മണിക്കൂർ ഓടിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഇതിലൊരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഇതിൽ 2500 പൗണ്ട് എന്ന് വെച്ചാൽ 2.5 ലക്ഷം മുതൽ ഏകദേശം 5 ലക്ഷം 5000 പൗണ്ടിന്റെ അടുത്ത് വരുന്ന ഇന്ത്യൻ രൂപയിൽ കണക്കൂട്ടി 5 ലക്ഷം രൂപ വരെയൊക്കെ ഫൈൻ കിട്ടാം. അത് ചെറിയൊരു കാര്യത്തിനാണ് ഫൈൻ കിട്ടുന്നത്. നമ്മൾ ഈ ഡ്രൈവിംഗ് ടൈമിൽ എന്തെങ്കിലും ഒരു അവർ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിപ്പോയാലാണ് ഈ ഫൈനൊക്കെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ പാട്. സിബി ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ശരിക്കും 1.5 വർഷമായി. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് മലയാളികളുടെ ഇടയിൽ ഈ ട്രക്ക് ഡ്രൈവർ ഇത്രയും ട്രെൻഡിങ് ആയത്. ആ സ്റ്റാർട്ടിങ് സമയത്ത് ശരിക്കും നല്ല കഷ്ടപ്പെട്ടിട്ടാണല്ലോ എടുത്തത്. ഞാൻ ഈ സമയത്ത് ലൈസൻസ് എടുക്കാനായിട്ട് ഞാൻ ഒത്തിരി പേരോട് എങ്ങനെയെന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു. കാരണം വെച്ചാൽ നമ്മൾ മലയാളി ആയതുകൊണ്ട് തന്നെ ഒരു മലയാളി ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയുമ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നൂല. എങ്ങനെയാണ്, പാടാണോ എളുപ്പമാണോ ഈ ഡ്രൈവിങ്ങിന്റെ ബാക്കി കാര്യങ്ങളുണ്ട്. ലൈസൻസ് എടുക്കുക മാത്രമല്ല ഈ ജോലിയുടെ ഷിഫ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. എല്ലാം അറിഞ്ഞാലാണ് നമുക്ക് അതിനകത്തേക്ക് ചാടാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് ശരിക്കും ആ സമയത്ത് ഒരു കോൺടാക്ട് കിട്ടിയ ആരുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ പലരും മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു ഷിഫ്റ്റ് എങ്ങനെയാണെന്നുള്ളതും എങ്ങനെ ലൈസൻസ് എടുക്കണമെന്നുള്ളതൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പൊ പലരും ഇപ്പൊ അത് കണ്ടിട്ട് ലൈസൻസ് എടുത്തിട്ട് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. ഇതിൽ ഉപകാരമായ കാര്യങ്ങളൊക്കെ, അതുപോലെ ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കണമെന്നൊക്കെ ഞാൻ ഏകദേശമൊക്കെ അവരുടെ ഏരിയ വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് ലൈസൻസ് എടുത്ത ആൾക്കാരും ജോലി കിട്ടാണ്ടാവുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എവിടെയെങ്കിലും പരിചയമുള്ളടത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് മാക്സിമം. ഈ ട്രക്ക് ലൈസൻസ് നമുക്ക് കിട്ടാൻ നല്ല പാടാണ്. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നഷ്ടപ്പെട്ട ആരെങ്കിലും അറിയോ? നഷ്ടപ്പെട്ട ഒത്തിരി പേര് എനിക്കറിയാം. ഞാൻ വർക്ക് ചെയ്ത 2-3 കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എങ്ങനെ പോയൊരു 2-3 തരം ലൈസൻസ് പോയിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ലൈസൻസ് പോയിരുന്നത്. നമ്മൾ ശരിക്കും ഭയങ്കര എന്തെങ്കിലും ആക്സിഡന്റോ വലിയ ഇഷ്യൂലാണ്. അതല്ല, നമ്മൾ ഈ ഡ്രൈവിംഗ് അവറിൽ ബ്രേക്ക് എടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് കൃത്യമായിട്ട് എടുത്തില്ല, ചെറിയ ചെറിയ ഇഷ്യൂസുകൾ 2-3 പ്രാവശ്യം ആവർത്തിച്ച് അപ്പൊ തന്നെ ലൈസൻസ് പോകും. ലൈസൻസ് പോകാൻ വളരെ ഈസിയാണ് ഈ ഫീൽഡിൽ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ തുറക്കുമ്പോൾ ഒത്തിരി അധികം ട്രക്ക് ഡ്രൈവേഴ്സിന്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പം എനിക്ക് ചിലപ്പോഴേക്കും തോന്നിപ്പോയിട്ടുണ്ട് ഇവരുടെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അത് ലീഗലാണോ? UK ലീഗലല്ല. ഒന്നാമത് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വേറെ ഒരാളെ വണ്ടിയിൽ അലോഡല്ല. വണ്ടിയുടെ ഇൻഷുറൻസ് ഡ്രൈവറും വണ്ടിയും ചേർത്താണ് ഇൻഷുറൻസ് എടുത്തത്. മൂന്നാമതൊരാൾക്ക് ഇൻഷുറൻസ് ഇല്ല. ഇത് കമ്പനിയുടെ വേറൊരു ഡ്രൈവർക്ക് ആ വണ്ടിയിൽ ഇൻഷുറൻസ് ഉണ്ടോ കൂടെ വരാം. അതല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് ഇൻഷുറൻസ് ഇല്ല, കയറാൻ പാടില്ല, ലീഗലാണ്. ഇത് എന്തെങ്കിലും അറിഞ്ഞാൽ, ഇത് കമ്പനിയിൽ അറിഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ സാക്ക് ചെയ്ത് കളയും. പോരാത്തതിന് മോട്ടോർവേയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസിന് പിടിച്ചാൽ, മീൻസ് DVL പിടിച്ചാലും ഇൻഷുറൻസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ആളും വണ്ടി തമ്മിലാണ് ഇൻഷുറൻസ്.
മൂന്നാമതൊരാളെ ലിഫ്റ്റ് കൊടുക്കാൻ പോലും നമുക്കിപ്പോ ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു, ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ കയറ്റി തൊട്ടപ്പുറത്ത് ഡ്രോപ്പ് ചെയ്യാൻ പോലും നമുക്ക് പാടില്ല, ലീഗലി അങ്ങനെ പാടില്ല. ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു ട്രക്ക് ഡ്രൈവറിന്റെ വേറൊരു ചാനലിൽ ഞാൻ കണ്ടതാണ്, ഈ ട്രക്ക് ഡ്രൈവർ ഒരാൾ ഈ ജയിലിൽ പോകാൻ വരെ വളരെ സിമ്പിളാന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും എനിക്ക് അറിയാവുന്ന ഒരാള് മോട്ടോറിൽ വെച്ച് പെട്ടെന്ന് ഫോൺ എടുത്ത് അത് കഴിഞ്ഞാൽ ഫോൺ തിരിച്ചെടുത്ത് വെക്കുന്ന സമയത്താണ് ആക്സിഡന്റ് ഉണ്ടായ. ആ ആക്സിഡന്റിൽ 3 പേരാ മരിച്ചു പോയത്. അയാൾ ഇന്നും അകത്താണ്, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കണുള്ളൂ, വിധി വന്നിട്ടില്ല. ഇനി വിധി വന്നിട്ട് വേണം അയാൾ എത്ര നാളകത്ത് കിടക്കണമെന്ന് തീരുമാനിക്കാനായിട്ട്. ഇപ്പോഴും ആള് ഫാമിലിയൊക്കെ ഉള്ള ആളാണ് അകത്ത് കിടക്കുന്നത്. ആ ജസ്റ്റ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്ത് വിചാരിക്കണേ, ജസ്റ്റ് ഫോൺ എടുത്തിട്ട് തിരിച്ചു വെച്ചോളൂ. ആക്സിഡന്റിൽ അവിടെ നടന്ന ആക്സിഡന്റിൽ 3 പേര് മരിച്ചു. അപ്പൊ നമ്മുടെ അശ്രദ്ധ മൂലം കൊണ്ടാണ് അത് നടന്നേക്കണത്. അപ്പൊ നമുക്ക് അതിന് എന്തായാലും അതിന് തക്കതായിട്ട് കിട്ടും, അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ഒരുപാട് പുതിയ പിള്ളേര് ട്രക്ക് ഡ്രൈവേഴ്സ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അവർ ഈ ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എല്ലാവർക്കും ക്രേസ് ആണ് വണ്ടിയുടെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും മറ്റേനും എല്ലാവരും ക്രേസ്. അപ്പൊ പലരും എന്തെന്ന് പറയുമോ, ഒരു ഫോൺ ഇപ്പൊ സപ്പോസ് നമ്മുടെ ഒരു ഈ ഫോണാണെങ്കിൽ പലപ്പോഴും ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്തിട്ട് വീഡിയോ എടുക്കണതാണ്. ഇപ്പൊ ഞാൻ ഒരു ട്രക്കിന്റെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ പ്രത്യേകം ക്യാമറ അതിന് വാങ്ങിച്ചിട്ട് എനിക്ക് ക്യാപ്പ് ഉണ്ട്, ക്യാപ്പ് അറ്റാച്ച് ചെയ്തതിനെ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ എന്റെ 2 കൈ ഫ്രീ ആ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ലീഗലാണ്. അതല്ലാണ്ട് ഒരു കൈ ഫോണിലും ഒരു കൈ ഡ്രൈവിംഗ് സ്റ്റിയറിംഗിലും പിടിച്ചിട്ടുള്ള വീഡിയോ എങ്ങാനും ഒരാള് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അത് DVLയിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ലൈസൻസ് പോകും. അത് മതി. കാരണം നമ്മുടെ 2 കൈയും സ്റ്റിയറിംഗിലും ഫുൾ ടൈം ഉണ്ടാവണം എന്നാണ് നിയമപരമായിട്ടുള്ളത്. സിബിയുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇനി പുതിയതായിട്ട് ഈ ട്രക്കിംഗ് ഫീൽഡിലോട്ട് വന്നവർക്ക് എന്ത് അഡ്വൈസ് ആണ് പേഴ്സണലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഒന്നാമത് ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട് ഏത് ഡ്രൈവിംഗ് സ്കൂളാണ് നല്ലതെന്ന്. ഞാൻ പറയണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ എടുക്കണമായിരിക്കും ബെറ്റർ. പിന്നെ നമ്മൾ ഇപ്പൊ നിങ്ങളൊരു ബെർമിംഗ്ഹാമിൽ ഏതെങ്കിലും സിറ്റി താമസിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും സപ്പോസ്. അപ്പൊ ആ ചുറ്റുവട്ടത്തുള്ള ഒരു 3-4 ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടാവും. എന്നിട്ട് ആ ഡ്രൈവിംഗ് സ്കൂളിലെ ഏതെങ്കിലും ഒരു എല്ലായിടത്തും വിളിച്ചു ചോദിക്കുക. അതിന്റെ റേറ്റ് കുറവും ക്ലാസ് കൂടുതലും, മീൻസ് ക്ലാസിന്റെ അവറും കാര്യങ്ങളൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് ചൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ടത്. പലപ്പോഴും ഞാൻ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൽ വെച്ച് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിക്കാറുണ്ട്, അവിടെ നമ്പർ തരുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്റെ അവിടെ ഒന്ന് പഠിച്ചിട്ട് പോകണേക്കാളും നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സിറ്റിയിൽ നിന്ന് ഈ ലൈസൻസ് എടുക്കണമായിരിക്കും ബെറ്റർ. കാരണം വഴികളും കാര്യങ്ങളും നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പൊ നിങ്ങൾക്കായാലും നിങ്ങളുടെ സ്ഥലത്ത് ആ വഴികളൊക്കെ പരിചയമില്ലേ, അപ്പൊ അതായിരിക്കും ബെറ്റർ. ഞങ്ങളുടെ അവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വന്ന് എടുക്കണേനേക്കാളും എത്രയും ബെറ്റർ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് എടുക്കണേനായിരിക്കും. പിന്നെ ഇൻസ്ട്രക്ടർമാർ പറയുന്നത് കൃത്യമായിട്ട് കേട്ട് അവർ പറയണ രീതിയിൽ തന്നെ ഓടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്ത്യയിലുള്ള കഴിവുകൾ ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ശരിക്കും നമുക്ക് ഈ ട്രക്ക് ഓടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. സിബിനെ സംബന്ധിച്ചിടത്തോളം സിബി ഒരു ഒറ്റ ആളായിട്ടാണ് ആ ഹ്യൂജ് വണ്ടി ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് നാട്ടിലെ പോലെ കിളിയോ കണ്ടക്ടറോ ആരുമില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും പല മൊബൈൽ ആപ്ലിക്കേഷനാണ് റൂട്ടിന് യൂസ് ചെയ്യേണ്ടത്. ഈ ഹൈറ്റ് ബാരിയർ, അതായത് നമുക്ക് ഈ ട്രക്കിംഗ് കൊണ്ട് പോകുമ്പോൾ ചില റോട്ട് ചെയ്ത് കയറുമ്പോൾ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന വീഡിയോസ് ഒത്തിരി ടിക്ടോക്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ നമുക്ക് ട്രക്കിന്റെ നാവിഗേഷൻ കിട്ടും, നമ്മളെല്ലാവരും അത് വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ള. പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് ചില സ്ഥലത്ത്. ഇപ്പൊ ഞാൻ മിക്ക സ്ഥലത്ത് പോകുമ്പോ ബോർഡ് നോക്കും. ഇപ്പൊ എന്നോടൊക്കെ പ്രത്യേകം പറയണേ, സാറ്റ് നാവിഗേഷനെ ഫുള്ളായിട്ട് വിശ്വസിക്കരുത്, റോട്ടിലുള്ള സൈഡ് ബോർഡിനെ നോക്കിയിട്ട് വേണം പോകാനെന്ന്. കാരണം വെച്ചാൽ ഇവിടെ UK എവിടെ പോകാനും കൃത്യമായിട്ടുള്ള മീൻസ് എല്ലാത്തിന്റെ സൈഡ് ബോർഡ് റോഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അത് നോക്കി പോകണം. ഒരു കാരണം വെച്ചാൽ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ടോം അങ്ങനത്തെ സാറ്റ് നാവിഗേഷൻസ് കുറച്ചുണ്ട്, അത് യൂസ് ചെയ്യാം. പക്ഷെ അതും ഒരു പരിധി വരെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ടിനെയും നോക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. കാരണം ചില സ്ഥലത്ത് ഈ സാറ്റ് നാവിഗേഷനിൽ ലൊക്കേഷൻ കാണിക്കില്ല നമ്മൾ ഇട്ടാ. ഇപ്പൊ ഒരു ഗോഡൌൺ ഇട്ടാ ആ ഗോഡൌൺ ചിലപ്പോൾ നമ്മൾ ഈ ടോമോ അല്ലെങ്കിൽ ഗാർമിൻ എന്നൊക്കെ പറഞ്ഞ ട്രക്കിന്റെ സാറ്റ് നാവിഗേഷൻ ഉണ്ട്, അതിനകത്ത് ഈ ലൊക്കേഷൻ ഇട്ടാ കാണിച്ചെന്ന് വരില്ല. അപ്പൊ നമ്മൾ എല്ലാം കൂടി സൈൻ ബോർഡും കൂടി നോക്കിയിട്ട് വേണം ഈ സ്ഥലത്തൊക്കെ പോകാൻ. പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെയിൽവേ ബ്രിഡ്ജ്, ലോ ബ്രിഡ്ജുകൾ ഒരുപാടുണ്ട്. ഇതിലൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ചെറിയൊരു കാര്യമല്ല, ചെറിയൊരു സംഭവമല്ല, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾ ഇതിലൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഈ ജോബിനെ പറ്റി പറയുമ്പോണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കെയർ ഹോം ജോബ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലൊരു ഡ്യൂട്ടിക്ക് പോകും. പക്ഷെ ഈ ട്രക്ക് ഡ്രൈവേഴ്സിന്റെ കേസിൽ നമുക്കൊരു സെക്കൻഡ് ജോബ് ചെയ്യാൻ പറ്റും. ട്രക്ക് ഡ്രൈവേഴ്സിന്റെ കേസിൽ സെക്കൻഡ് ജോബ് ചെയ്യാൻ പാടില്ല. കൃത്യമായ ഡ്രൈവിംഗ് അവർ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് ആ ബ്രേക്കിൽ വേറൊരു ജോലിക്ക് പോകാൻ പാടില്ല. ഒന്ന് നമ്മുടെ കമ്പനിയിൽ പറഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ സാക്ക് ചെയ്തത് ഇനി കമ്പനിയിൽ പോട്ടേന്ന് വയ്ക്കാം. നമ്മൾ പിറ്റേ ദിവസം നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി പിറ്റേ ദിവസം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ DVL നമ്മുടെ ഫുൾ ചെക്ക് എടുത്തുമ്പോൾ പിറ്റേ ദിവസം തലേ ദിവസം
നമ്മൾ എന്താ ചെയ്തേക്കണേന്ന് അവർ നോക്കും. നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് അല്ലെങ്കിൽ സപ്പോസ് ടാക്സി, ഇവിടെ ഒരുപാട് പേര് ടാക്സി ഓടിക്കുന്നുണ്ട്. ഇപ്പൊ പല ഡ്രൈവർമാരും ഇതിന്റെ ഒപ്പം തന്നെ ടാക്സി ഓടിക്കുന്നവരുണ്ട്, ഡെലിവറിക്ക് പോണവരുണ്ട്, അല്ലാത്ത ക്യാഷ് ഓൺ ഹാൻഡ് വാങ്ങിച്ചിട്ട് പല പണിക്ക് പോണവരുണ്ട്. പക്ഷെ അത് റിസ്ക് ആണ്. ഇവര് പിടിക്കും, ഇവര് കൃത്യമായിട്ട് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ എനിക്ക് കുത്തി പോകുള്ളൂ. പലർക്കും ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് അറിയാണ്ട് പോണതാണ്. എനിക്കറിയാവുന്ന പല സംഭവങ്ങളിലും തലേ ദിവസങ്ങളിൽ ഇവർ എന്തെങ്കിലും വണ്ടി ഓടിക്കാൻ അല്ലാണ്ട് തന്നെ വേറെ എന്തെങ്കിലും, ഇപ്പൊ ടാക്സി ഓടിക്കുന്ന ഒരുപാട് പേര് ടാക്സി പണിക്ക് അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയിട്ട് ഈ പിടിച്ച ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു. ശരിക്കും ഇവിടുത്തെ ട്രക്ക് ഡ്രൈവേഴ്സ് അവരുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറുമ്പോൾ ടാക്കോ കാർഡ് ഇടും. ആ ടാക്കോ കാർഡ് ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ടൈമാണ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സ്ട്രിക്ട് റൂൾസ് ഉണ്ട്. ഒരു കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടാവും, പിന്നെ ഇവിടെ UK റൂൾസിലും റോഡ്സ് ആൻഡ് സേഫ്റ്റിയിലും റൂൾ ഉണ്ടാവും. ശരിക്കും അങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും അല്ലെ? തീർച്ചയായും പിടിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇത് പൊക്കണേ. അതല്ലാത്ത ചില കമ്പനികൾ റാൻഡമായിട്ട് അന്വേഷിക്കും, ഒരു ഫ്രീ ആയിട്ട് നിൽക്കണം, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണ്ടോന്ന്. അപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവുമ്പോ, ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഇതൊക്കെ പൊക്കിക്കൊണ്ട് വരുള്ളൂ. അപ്പൊ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇന്നലെ പണിക്ക് പോയിട്ടുണ്ട്, അപ്പൊ അതിന്റെ ക്ഷീണം കാണും. അപ്പൊ നമ്മൾ പ്രോപ്പർ റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പൊ ടാക്ക് നമ്മൾ ഇടുമ്പോൾ നമ്മൾ റെസ്റ്റ് ആയിരുന്നു തലേ ദിവസം മുതൽ. അപ്പൊ നമ്മൾ ചെയ്യണത് ലീഗലായിട്ടുള്ള കാര്യമില്ല, ഇല്ലീഗൽ പരിപാടിയാണ് ചെയ്യണേ. ടാക്കോ കാർഡിനകത്ത് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കും. മാനുവൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ റെസ്റ്റ് ആയിരുന്നു നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളെ വണ്ടിയിൽ ഒരു ടാക്കോ കാർഡില്. അപ്പൊ ഇന്നലെ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ എന്റെ ഒരു പേഴ്സണൽ അഡ്വൈസ്, നമുക്കറിയാം ഇവിടെ ഇപ്പൊ UK മലയാളി കമ്മ്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നൈറ്റ് ലൈഫ്, നൈറ്റ് പാർട്ടിക്കും എല്ലാ ആഴ്ചയിലും ഉണ്ട്. നമ്മൾ ഇതുപോലെ നൈറ്റിൽ നമ്മൾ അത്യാവശ്യം ചിലവരിക്കാൻ സ്മോളും ഡ്രിങ്ക് ചെയ്യണേ, അത് മോശമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങൾക്ക് റാൻഡം ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ടല്ലേ? ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, റാൻഡം ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ വെള്ളം അടിച്ച് പിടിച്ച് എന്തെങ്കിലും ആക്സിഡന്റിൽ പിടിച്ചാൽ നമ്മൾ നാട്ടിലെ പോലെ ഊരി പോരാന്നാണ് ഇവിടെ പലരും ചെയ്യുന്നത്. രണ്ടടിച്ചാൽ കുഴപ്പമില്ലാന്നാ. ഇവിടെ ഞാൻ അകത്ത് പോയവരെ കണ്ടിട്ടുണ്ട്. എന്നോട് ഞങ്ങളുടെ കമ്പനിയിൽ ഡ്രൈവർമാർ ഒത്തിരി ഉണ്ട്, അവരാരും വെള്ളമടിച്ച് ഡ്രൈവ് ചെയ്യില്ല. എനിക്ക് കൃത്യമായിട്ട്, കാരണം പാർട്ടി ഉണ്ട്. ചില ദിവസങ്ങളിൽ പാർട്ടി വയ്ക്കും, ആരെങ്കിലും പരത്ര വയ്ക്കും, പാർട്ടി വയ്ക്കും. ഇവരാരും കാർ കൊണ്ടുവരില്ല. അത് ആ ശനിയാഴ്ച, ഞായറാഴ്ച അവധിയാണെങ്കിൽ ശനിയാഴ്ച വെച്ചിട്ട് അത് ഇവര് ടാക്സിക്കാ വരുള്ളൂ. ഒരാളും ഡ്രൈവ് ചെയ്ത് വരില്ല. എല്ലാവരും ഇംഗ്ലീഷുകാർ ടാക്സി വിളിച്ചിട്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ മലയാളികളില്ല, ഇംഗ്ലീഷുകാർ മാത്രമേ ഉള്ളൂ. അവർ ടാക്സി വിളിച്ച് അല്ലാണ്ട് അവർ വരില്ല. ഇപ്പൊ എന്നോട് വരാൻ പറഞ്ഞാൽ പോലും ഞാൻ അടിക്കാറില്ല, പക്ഷെ ടാക്സി വിളിച്ച് വരാനേ പറയുള്ളൂ. CP ടാക്സി വിളിച്ച് എന്നുള്ള രീതിയിൽ പറയുള്ളൂ അവര്.